ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ദേവി മഹാത്മ്യം നമ്മൾ 8-ാം അധ്യായം മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് അത് സമ്പൂർണ്ണം വായിച്ചും കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ കിളിപ്പാട്ട് എന്താണെന്നൊന്ന് നോക്കാം. ദേവി മഹാത്മ്യത്തിൽ കിളിപ്പാട്ട് 8-ാം അധ്യായം. ചണ്ടാമുണ്ടന്മാർ പെരുമ്പടയോടും ദണ്ഡധരാലയമ്പുക്കോരനന്തരം ശുംഭനും കോപിച്ചു സേനാനികളോട് വൻപടയൊക്കെ വരുവാൻ നിയോഗിച്ചു. കമ്പുക്കള 86 ദൈതേയന്മാർ കൂട്ടമൊരെൺപത്തിനാലു കമ്പുക്കളും കോട്ടവീരന്മാരൊരു 100 ധൂമ്രന്മാർ ശൗര്യമേറിയിടുന്ന കാലകന്മാരോടും മൗര്യന്മാർ ദൗഹൃദന്മാർ കാലകേയന്മാർ സംഖ്യയില്ലാതെ പെരുമ്പട കണ്ടപ്പോൾ ശങ്കരാദിക്കുകളൊക്കെ മറയുന്നു. കൽപ്പാന്തമേഘങ്ങൾ ശോണിത കർദ്ദമാം അപ്പോൾ വരീക്ഷിച്ചിതസ്തീഗണത്തോടും കൃവ്യാത ജാതികളോടും ശിവകളും അവ്യാജതുഷ്ട്യ കരഞ്ഞു തുടങ്ങിനാർ. ദുർനിമിത്തങ്ങളും ആദരിച്ചിടാതെ ചെന്നു ഹിമാലയോപാന്തേ നിറഞ്ഞിതു. ഭീഷണമായൊരസുരപ്പടയെല്ലാം രോഷേണ വന്നു നിറഞ്ഞതു കണ്ടപ്പോൾ ഒന്നു ചെറുഞാണൊലി ചെയ്തതു നേരം നന്നായി വിറച്ചിതു ലോകത്രയാന്തരം. കാളീ നിനാദവും ഖണ്ഡാനിനാദവും വ്യാളീ നിനാദവും ശംഖനിനാദവും കേട്ടു ലോകങ്ങളുമൊക്കെ വിറയ്ക്കുന്നു. പാട്ടും തുടങ്ങിനാൻ നാരദൻ വീണയിൽ യുദ്ധകോലാഹലം ഇങ്ങനെ കണ്ടതി ചിത്രം വിചിത്രമെന്നൊക്കെ വാഴ്ത്തും വിധൗ. ദേവകൾക്ക് അഭ്യുദയത്തിനായിക്കൊണ്ടും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും ബ്രഹ്മനും വിഷ്ണുവും ഈശനും ശക്രനും നിർമ്മിച്ചിതോ നരസിംഹവരാഹവും. താരകാരാദിയും 7 മാതൃക്കളെ പോരിൽ അസുരകുലത്തെ ഒടുക്കുവാൻ ആയുധവാഹനഭൂഷണാദ്യങ്ങളും ആയോധനത്തിനു നൽകിനാനേവരും. അക്ഷസൂത്രേണ കമണ്ഡലുസ്ഥം ജലം കൈക്കൊണ്ടു ഹംസ സംയുക്തയായി പരം ബ്രഹ്മാവു തന്നെ ശക്തിയായി വാഴും ആ ബ്രഹ്മാണി വന്നെതിരിട്ടതു പോരിനായി. മഹേശ്വരിയും വൃഷഭമേറിക്കൊണ്ടു ബാഹുക്കളിൽ ശൂലപാശാദി കൈക്കൊണ്ടു ചന്ദ്രക്കലയും അണിഞ്ഞു യുദ്ധത്തിനു മന്ദേതരം വന്നെതിരിട്ടതു നേരം. കൗമാരിയും മയിലേറി വേലും ധരിച്ചാമോദമോടെതിരിട്ടിതു പോരിനായി. ചക്ര ശംഖ ഗദാശാർങ്ക പത്മങ്ങളും കൈക്കൊണ്ട് വൈഷ്ണവിയും വന്നെതിരിട്ടാൾ. വാരാഹിയും നാരസിംഹിയും വേഗേന ഘോരനാദത്തോടും വന്നെതിരിട്ടിതു. ഇന്ദ്രാണിയും വജ്രമോങ്ങി ഗജോപരി വന്നെതിരിട്ടിതു യുദ്ധരംഗാങ്കണേം. ഈശാനനും ദേവി ശക്തികൾ തമ്മോടും ആശു ദൈത്യന്മാരെ കൊന്നൊടുക്കിയിടിനാർ. ചണ്ഡികാദേവി ദേഹത്തിങ്കൽ നിന്നുടനുണ്ടായിതു ശിശുവാകിയ ശക്തിയും ചൊല്ലിനാൾ ഈശ്വരനോടവൾ വൈകാതെ. ചൊല്ലുക ശുംഭ നിശുംഭ പാർശ്വേ ഭവാൻ, ചൊല്ലുക ശുംഭ നിശുംഭന്മാരോടിനി സ്വർലോകമിന്ദ്രനൊഴിച്ചു കൊടുക്കണം. യജ്ഞാഹവിർഭാഗവും അവർക്കാകണം, നിങ്ങൾ പാതാള ലോകത്തിനു പോകണം. ഇങ്ങീതു കൂടാതെ വന്നെതിർത്തിയിടുകിൽ നിങ്ങളുടെ പിശിതം കൊണ്ടു പിശിതം മാംസം തൃപ്തിയും വന്നുകൂടും മൽഗണങ്ങൾക്കു നിർണയം എന്നിവ ചെന്നറിയിക്കലുകൂതരം. ദൂതനായി ദേവി ശിവനെ നിയോഗിച്ച ഹേതുന ദേവി ശിവദൂതിയായേതു. ദേവി നിയോഗങ്ങൾ ചെന്നു ശിവൻ തഥാ ദേവാരികളോടറിയിച്ച നേരത്തു കോപം മുഴുത്തു സുരന്മാരുമാർത്തടുത്തേതും കുറയാതെ പോർ തുടങ്ങിയിടിനാർ. ശക്തി പരശു ശസ്ത്രാസ്ത്രശൂലാദികൾ ശക്തിയോടെ വർഷിച്ചാരസുരരും. ദേവിയും ശസ്ത്രേണ ഛേദിച്ചവരെയും ദേവാരികളെ ഒടുക്കി തുടങ്ങിനാൾ.
ശുംഭാസുരേന്ദ്ര സേനാപതി വീരന്മാർ മുൻപിൽ ഞാൻ എന്നു ചൊല്ലിത്തതാ വമ്പോടടുത്തു പൊരുതു തുടങ്ങിനാർ വൻപടയോടും. അതു കണ്ടു കാളിയും കുംഭികുലത്തെയും അശ്വഗണത്തെയും തേരാളികളെയും ഒക്കെ പിടിച്ചുടൻ ഘോരനാദത്തൊടു വായിലടക്കിനാൾ. ചോര കുടിച്ചു മതിച്ചുടൻ പോരിലവ അരികളുടെ വിശിതങ്ങളാൽ പാരിടമെല്ലാം മറഞ്ഞു ചമഞ്ഞിതോ ചോരപ്പുഴകളൊലിക്കുന്നു പിന്നെയും. ഖഡ്വാങ്കശൂലേഷു പാദങ്ങളാൽ കാളിയും ദാനവന്മാരെ ഒടുക്കിനാൾ. ബ്രഹ്മാണിയും മന്ത്രഭൂത ജലം കൊണ്ടു നിർമ്മഥനം ചെയ്തൊടുക്കി തുടങ്ങിനാൾ. മാഹേശ്വരിയും ത്രിശൂലേന കൊന്നാകവേ ദാനവന്മാരെ ഒടുക്കിനാൾ. ചക്രേണ വൈഷ്ണവിയും ധനുജന്മാരെ വിക്രമത്തോടു കൊന്നൊക്കെ ഒടുക്കിനാൾ. കൗമാരിയും നിജശക്തിപാദം കൊണ്ടു ഭൂമൗ തെരുതരെ കൊന്നു വീഴ്ത്തിയിടിനാൾ. ഐന്ദ്രിയും വജ്രേണ കൊന്നളവസുരരെ തുണ്ടപ്രഹരേണ വാരാഹിയും തഥാ ക്രൂരനഖങ്ങളാൽ നാരസിംഹിയും പോരിൽ അസുരകുലത്തെ ഒടുക്കിനാൾ. ചണ്ടാട്ടഹാസങ്ങളാൽ ശിവദൂതിയും ചണ്ടാസുരന്മാരെ നിഗ്രഹിച്ചിടിനാൾ. മാതൃജനങ്ങളെ പേടിച്ചു മണ്ടുന്ന ദൈതേയ സേനയെ കണ്ട നേരം തഥാ ക്രോധവിവശനാം രക്തബീജാസുരൻ ക്രോധാവതീസുതൻ ദേവകുലാന്തകൻ ശുംഭനിശുംഭന്മാർ ഭാഗിനേയൻ ദ്രുതം വൻപടയോടുമടുത്താനതു നേരം. രക്തബീജൻ ശരീരത്തിങ്കൽ നിന്നൊരു രക്തബിന്ദു ക്ഷിതിയിൽ പതിച്ചിടുകിൽ രക്തബീജന്നു സമാനനായി തൽക്ഷണേ തത്ര കാണാമൊരസുരപ്രവരനെ. പിന്നെ അവങ്കൽ നിന്നും പുനരങ്ങനെ പിന്നെയും ഉണ്ടായി വരുമല്ലോ. യുദ്ധം വരബലമുള്ള മഹാസുരൻ രക്തബീജൻ പോരിനായടുത്തിടിനാൻ. ഇന്ദ്രാണി വജ്രം പ്രയോഗിച്ചതേറ്റുടൻ ഇന്ദ്രാരിമേൽ നിന്നു വീണു രുധിരവും പൃഥ്വിയിൽ. അപ്പോൾ അവിടെ നിന്നുണ്ടായി രക്തബീജന്മാർ അസംഖ്യം ഒരുപോലെ. മാതൃഗണം അവരോട് പോർ ചെയ്തപ്പോൾ ഭൂതലെ രക്തബീജന്മാർ വന്നിറഞ്ഞുതേ. ദീപ്തി കലർന്നൊരു രക്തബീജന്മാരാൽ വ്യാപ്തമായി വന്നു ജഗത്രയം തൽക്ഷണേ. ഭീതി കലർന്നൊരു ദേവകളെത്രയും ആതുരന്മാരായി പരസ്പരം ചൊല്ലിനാർ. ഇങ്ങനെയുള്ളൊരസുരകുലാധിപൻ എങ്ങുമുണ്ടായില്ല പണ്ടൊരു കാലവും. ഈ വണ്ണമുണ്ടായി വരികയുമില്ലിനി പൂർവദേവന്മാരിതെന്തൊരു വിസ്മയം. ഏതുമുപായവും കണ്ടീല കൊല്ലുവാൻ മാതാവൊരു കഴിവുണ്ടാക്കുമെന്നുമേ. ഏവം ഓരോന്നു പറഞ്ഞു വിഷണ്ണരായി ദേവകൾ നിൽക്കുന്നതു കണ്ടു ദേവിയും. വാത്സല്യം ഉൾക്കൊണ്ട് കാളിയോട് അന്നേരം ഔത്സുക്യമോടരുളി ചെയ്തിതാതരാൽ. നീ ഒന്നു ചെയ്യുക ചാമുണ്ടേ, വിരവോടുവായും പിളർന്നു നിന്നിടുക ഭൂതലേ. ഞാൻ പ്രയോഗിക്കുന്ന ശസ്ത്രങ്ങളേറ്റുടൻ സാമ്പ്രതം വീഴുന്ന രക്തബിന്ദുക്കളെ കൂടെ കുടിച്ചു കളക നീ. അപ്പോഴേ കൂടുകയുണ്ടാകയില്ല അസുരപ്പെടാം. വീഴുന്ന ശോണിതമൊക്കവേ കാളി കുടിച്ചു തുടങ്ങിനാൾ. ചക്രശൂലാസി ബാണാദിശസ്ത്രങ്ങളാൽ വിക്രമത്തോടു പ്രയോഗിച്ചിതമ്പയും. ശക്തനാം രക്തബീജൻ ദേവി തന്നെ ശസ്ത്രങ്ങളേറ്റു മരിച്ചു വീണിടിനാൻ. ദേവകളും പ്രസാദിച്ചു വേദം കൊണ്ടു ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിനാർ. മാതൃഗണവും പ്രസാദിച്ചു തൽക്ഷണേ മാതാവിനെ ചെന്നുകൂപ്പി നിന്നിടിനാർ. ദേവകളും പ്രസാദിച്ചു വേദം കൊണ്ടു ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിനാർ. മാതൃഗണവും പ്രസാദിച്ചു തൽക്ഷണേ മാതാവിനെ ചെന്നുകൂപ്പി നിന്നിടിനാർ. അധ്യായം 8 കഴിഞ്ഞു സംക്ഷേപിച്ചു.
ഭക്തിയോടെ കേട്ടുകൊള്ളുവിനിയും. അങ്ങനെ 8 അധ്യായം വരെ, 8-ാം അധ്യായത്തിൻ്റെ കിളിപ്പാട്ടായിരുന്നു ഇത്. ഇനി അടുത്ത ക്ലാസ്സിൽ 9-ാമത്തെ അധ്യായം തുടങ്ങാം. അത് പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെ കിളിപ്പാട്ട് 9-ാം അധ്യായവും വായിക്കാം. ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. അമ്മേ നാരായണ. മാധർമ്മേ മധുകൈഡഭഗ്നിമഹിഷപ്രാണാപഹാരോദ്യമേ ഖേലാനിർമ്മിതധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരിക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശ ദുരിതം ദുർഗേ നമസ്തംബികേ.